ഒരു ദേശം നുണ പറയുന്നു. അവതരിപ്പിക്കുന്നത് മെഹറോളി ബ്രാഞ്ച്. ഈ ദേശം നുണ പറയുന്നതിനു മുൻപ് ഈ ദേശത്തെപ്പറ്റി രണ്ടു വാക്ക്. നുണയന്മാരുടെ ഗ്രാമമെന്ന് പുറം ലോകം മുദ്രകുത്തിയൊരു ദേശമാണിത്. ഒരു നുണ പലവട്ടം പറഞ്ഞാൽ സത്യമായി തീരുമെന്ന് പറഞ്ഞ ഗീബൽസ് ഞങ്ങളുടെ മാതൃകാ പുരുഷനല്ല. ഒന്നും വെട്ടിപ്പിടിക്കാനല്ല, ജീവിക്കാനും അതിജീവിക്കാനുമാണ് ഞങ്ങൾ നുണ പറയുന്നത്. ഇനി ഒരു സത്യം പറയട്ടെ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത നുണ പോലെ വിചിത്രമായത് മാത്രം സംഭവിക്കുന്ന ഒരു ദേശമാണ് ഞങ്ങളുടേത്. ആമുഖ സംഭാഷണം നീട്ടുന്നില്ല, നാടകം തുടങ്ങാം. വലിയ വലിയ നുണകൾ പറയാനായി അഭിനേതാക്കൾ കാത്തിരിക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നുണയാണല്ലോ അഭിനയം. ഏറ്റവും വലിയ നുണയന്മാർക്കേ വലിയ അഭിനേതാക്കളാവുവാനും പറ്റൂ. അഭിനയമില്ലെങ്കിൽ ജീവിക്കാൻ ഏറെ പ്രയാസമല്ലേ? നാടകത്തിൻ്റെ സുഗമമായ ആസ്വാദനത്തിന് ഇത്രയും കാര്യങ്ങൾ ലൗഡ് സ്പീക്കറിലൂടെ തന്നെ വിളിച്ചു പറയണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. എന്തിനാണ് ഞാൻ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്തതെന്ന് നാടകാന്ത്യത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും. اللهم ربي ആക്കി നഫ്സി തഖ്വാഹാ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ നഫ്സിനെ, ഞങ്ങളുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കഴിവ് ഞങ്ങൾക്ക് തരണമേ റബ്ബേ. അതിനായി നമ്മൾ അല്ലാഹുവിനോട് ചോദിച്ച് യാചിച്ച് പ്രാർത്ഥിച്ച് പഠിക്കണം. ഈ ദുആ നമ്മൾ അല്ലാഹുമ്മ റബ്ബേ. അവൾ മാൻപേളം തോൽക്കുന്ന മിഴിയുള്ള പെണ്ണവൾ, ചെമ്പകക്കാടിന്റെ മണം പേരാണ്. ആന്റെ ഒരു പിരാന്ത് പറഞ്ഞില്ല. ഈ ഹിമാറിനൊന്നും വിളിക്കണ്ടെന്ന് നമ്മൾ അപ്പറേ പറഞ്ഞല്ലേ? എന്ന് നോക്കിയിരിക്കുക പോയിക്കാരും. ഇറങ്ങി വരാതിരിക്കാൻ കഴിഞ്ഞില്ല. മടത്തീന്ന് ആരും അറിയാതെ ഇറങ്ങി വന്നതാണ് ഞാൻ. പ്രഭാഷണത്തിന്റെ നോട്ടീസിൽ കണ്ടു നീ വരുമെന്ന്. എന്റെ ശബ്ദം കേട്ടപ്പോൾ ശിരോവസ്ത്രത്തിനുള്ളിലെ എന്റെ ഹൃദയം ഒരു കാമുകിയുടേതായി പോയി. പഴയ കാമുകിയുടെ. എന്നിട്ട് അന്യാരെ തിരിച്ചറിഞ്ഞില്ലേ? ഇല്ല, ഇരുട്ടല്ലേ. ഇരുട്ടിൽ ശിരോവസ്ത്രത്തിനും പർദ്ദയ്ക്കും ഒരേ രൂപമല്ലേ? ഈടെ ഒന്നും ആരില്ല, വെറുതെ മനുഷ്യനെ. എന്റെ കൈ പിടിച്ചോട്. സ്വകാര്യ വീടുണ്ട്. എനിക്കല്ല, നമുക്കെന്ന് പറ. അതെ, നമുക്കൊരു സ്വകാര്യ വീടുണ്ട്.
കൊടുക്കുക. ഓ, തിന്നാനൊന്നും ഇല്ലേ? കാര്യോട്ട് ബേജാറായിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് തീറ്റ. എന്നാ തിന്ന്. തിന്നണ്ട നേരത്ത് ഇക്കാര്യം പറഞ്ഞെന്നെ ദേഷ്യം പിടിപ്പിക്കാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ബലാല് തെമ്മാടത്തിലല്ല കാട്ടിയത്. തീനി നിരക്കണ കാര്യമാണോ ഇത്? ഒക്കെ ഇന്റെ താരാരാ. മക്കളെ നിർവഹിക്കി അയക്കേണ്ടത് ഉമ്മമാരാ. പെറ്റു വീണ് ബുദ്ധി തെളിയുന്നവരെ ഉമ്മാന്റെ കൂടെ അല്ലേ മക്കളുണ്ടാവുക? കുട്ടികളെ വലുതായ ചൂന്ന് നോക്കാൻ ഓരോ മനസ്സിന്റെ ചക്കയാണ്. അടക്കായ മടിയിൽ വെക്കാം, കവുങ്ങായല്ലോ. ചേലക്കാതെ ഈ കോഴിക്കാലൊടിഞ്ഞോട്ട് ദേഷ്യം പിടിച്ചിട്ട് പല്ലു കൂട്ടിടിക്കുക. 4 ഓള് എന്തൊരുത്തിയ കന്യാസ്ത്രീയല്ലേ ഓള്? ദൈവത്തിന്റെ മണവാട്ടി. ഓൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? നമ്മുടെ മോൻ ഓക്ക് ക്രിസ്തു ആയിരിക്കും. അല്ലാണ്ട് ഇപ്പൊ എന്താ പറയുക? മദ്രസയിലെ കുട്ടികളെ പാടച്ചോന്റെ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ഉസ്താദ്, നാട് നീളെ നബിവചനങ്ങൾ ഓതിക്കൊടുക്കുന്ന മൊല്ലാക്ക. ഓനിത് ചെയ്തത് നാണക്കേടല്ലേ? ആലോചിച്ചിട്ട് പിരാന്ത് വരുക. ഇതിന് നെയ്ത്തോറുള്ള തരോ ദേഷ്യപ്പെടുമ്പോ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കാത്തി കാളും. ഓനെ എന്റെ കൈ കിട്ടിയിരുന്നെങ്കിലും. നിങ്ങൾ നമ്മുടെ അഹമ്മദൂട്ടിനെ ഇങ്ങനെ ദുഷിക്കേണ്ടാന്ന്. ഉസ്താദാണേലും ദീനും പള്ളിയമ്മ നടക്കുന്നുണ്ടേലും ഊനൊരാണല്ലേ, തണ്ടും തടിവത്ത ചെക്കനല്ലേ. ഓള് കണ്ണും കൈയും കാണിച്ച് ഓനെ വീണ് പോയിട്ടുണ്ടാവും. പൂതി മോഹമൊക്കെ ഓന്റെ മനസ്സിലും കാണൂലേ? സൈനോ, അങ്ങനാണേൽ ഓളും ഒരു പെണ്ണല്ലേ? കന്യാസ്ത്രീയുടെ കുപ്പായിട്ടെങ്കിലും ആ കുപ്പായത്തിനുള്ളിലും ഒരു പെണ്ണ. ഒരു പെണ്ണിന്റെ പൂതിയും മോഹവും ഓൾക്കും ഉണ്ടാവും. ഉണ്ടാവും. പക്ഷേ ഇത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂല. ഓളെ ദൈവത്തിന്റെ മണവാട്ടിയാവാൻ തീരുമാനിച്ചതാണ്. ദൈവത്തിന്റെ പുയ്യാട്ടിയാണ് ഓള്. ഒരാളുടെ മണവാട്ടി വേറൊരാളുടെ കൂടെ പോകാൻ പാടുണ്ടോ? അങ്ങനെയാണേൽ വേറൊരു പുയ്യാട്ടിയെ നമ്മുടെ മകൻ കെട്ടാൻ പറ്റുമോ? അതും നേരാണ്. എന്നാലും പ്രശ്നമാണ് സൈനോ. എന്ത് പ്രശ്നം? നമ്മളെ മോനെ നമ്മള് സപ്പോർട്ട് ചെയ്താൽ നമ്മളെ കൂട്ടക്കാര് നമുക്കെതിരാകില്ലേ? നമ്മളെ മഹലിന്ന് പുറത്താക്കില്ലേ? അത് മാത്രല്ല, മഹൽ കമ്മിറ്റിക്കാരുടെ ദയ കൊണ്ടല്ലേ നിങ്ങൾ പള്ളീന്റെ മുമ്പിൽ പെട്ടിപ്പീടി വെച്ചത്. നമ്മൾ അവർക്കെതിരായാലേ ഊരാ പീടി ഒഴിപ്പിക്കൂലേ? അതൊഴിപ്പിച്ചാലേ നമ്മൾ അന്നം മുട്ടൂലേ? അതിനിപ്പോ എന്താ ചെയ്യുക? എന്താ ചെയ്യാ? നമ്മൾ തീരുമാനിച്ചു എന്ത്? ഈ ആ കുപ്പായിക്ക് എടുക്കാം. കുപ്പായിട്ട് നിങ്ങൾ എങ്ങോട്ട് പോണേ? ഏറെ എത്തുന്ന ആ കത്തിയുടെ എടുത്തോ. കത്തിയോ? എന്തിന്? കത്തിയെടുക്കണേ. ഇന്ന് വൈകുന്നേരത്തോടെ കാണിച്ചു തരാം. എല്ലാത്തിനും ഓളാ കാരണം. ഒന്നുകിൽ ഓളെ കിട്ടിയില്ലെങ്കിൽ ഓളപ്പൻ. നിങ്ങളിത് എന്തിനുള്ള പുറപ്പാടാ? എണ്ണം കൊണ്ടല്ലേടി മറിയാമേ? നീ ഇച്ചിരി കുടിച്ചോ. ക്രിസ്മസിനൊക്കെ നീ കുടിക്കാറുള്ളതല്ലേ? മറിയാമേ, നിനക്ക് ദുഃഖമുണ്ടോടി? ക്രിസ്തുവിന്റെ മണവാട്ടിയായി നമ്മൾ പറഞ്ഞേച്ച നമ്മുടെ പൊന്നുപോൾ അമ്മണി അഹമ്മദ് കുട്ടി എന്ന മുല്ലാക്കയുടെ കൂടെ പുതുമണവാട്ടിയായി പോയിരുന്നു. നിനക്ക് സങ്കടം ഉണ്ടോടി? സങ്കടം മാത്രമല്ല, നാണക്കേട്. ഈ ഇടവക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? പെൺകുട്ടികൾ പിടിച്ചുപോയ അത് അമ്മമാർക്കല്ലേ കുറ്റം? നാട്ടുകാരുടെ മുഖത്ത് നോക്കുന്നതിനാ പ്രശ്നം. വേണ്ട, കുറ്റം മൊത്തം ഞാൻ ഏറ്റെടുക്കാം. അവളുടെ അപ്പനായ ജോസഫ് നേരാവണ്ണം അവളെ കെട്ടിച്ചയക്കാൻ നമുക്കായില്ലല്ലോ. അതിനുള്ള കാശ്
ജോസഫിന്റെ മടിശീലയിൽ കർത്താവ് നീ തന്നില്ലല്ലോ. നിങ്ങൾ ഇത് ഇങ്ങനെ കൂടെ കൂടെ പറയുന്നത് കേട്ടിട്ട എന്റെ മോൾ അപ്പനെയും അമ്മച്ചിയും കഷ്ടപ്പെടുത്തണ്ടെന്ന് കരുതി മഠത്തിൽ പോയി ചേർന്നത്. എന്നിട്ട് ഇപ്പോ അവൾ എന്തിനാ അഹമ്മദ് കുട്ടിയുടെ കൂടെ? മറിയാമ്മേ, നീ ഓർക്കുന്നുണ്ടോടി പണ്ട് നമ്മുടെ വീടിന്റെ മുറ്റത്തെ പാടത്ത് ഫുട്ബോൾ കളിക്കാൻ വന്നിരുന്ന അഹമ്മദ് കുട്ടിയെ? അഹമ്മദ് കുട്ടി കളി തുടങ്ങുമ്പോൾ മുതൽ അമ്മിണി ഉമ്മറവാതിലൂടെ അവനെ തന്നെ നോക്കി നിൽക്കാറുണ്ടായിരുന്നത്. ആ നോട്ടത്തിന്റെ അർത്ഥം, ആ നോട്ടത്തിലെ ആശ, ആ നോട്ടത്തിലെ മോഹം എല്ലാം എനിക്ക് ഇപ്പോഴല്ലേ മനസ്സിലായത്. ആ ആശയും മോഹവും ശിരോവസ്ത്രത്തിൽ ഒളിപ്പിച്ച് അവൾ ഇത്ര കാലം എങ്ങനെയാണ് ഈ മഠത്തിൽ കഴിഞ്ഞുകൂടിയത്? അന്ന് അവളുടെ മനസ്സിൽ ആശയും മോഹവും പിടികിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ അവളെ അഹമ്മദ് കുട്ടിക്ക് കെട്ടിച്ചു കൊടുക്കുമായിരുന്നോ? ചിലപ്പം ഉള്ളാലെ സന്തോഷിച്ച് സമ്മതിച്ച് പുറമെ എതിർത്തു. പക്ഷേ നിങ്ങൾ അവളെ കെട്ടിച്ചു കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ കപ്പ്യാരുടെ പണി അന്നത്തോടെ പോയേനെ. അടുപ്പിലെ തീയും നഷ്ടപ്പെടില്ലേ? ഈ മനുഷ്യ ഈ ഇടവക വെറുപ്പിച്ച് ജീവിക്കാനാവൂ നമുക്ക്? അതെടി, നമ്മുടെ അടുപ്പിലെ തീ കെട്ടുപോകുമെന്ന് കരുതല്ല, നമ്മുടെ മോളുടെ മനസ്സിലെ തീ നമ്മൾ കാണാതെ പോയത്. എന്റെ ചായ, നമ്മുടെ മോള് ചെയ്തത് ശരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ഞാനും വിശ്വസിക്കുന്നു. പക്ഷേങ്കില് അത് പുറത്തു പറഞ്ഞാൽ ഇടവക്കാര് മുഴുവൻ എതിരാവൂലേ? കപ്പ്യാരുടെ പണി, അടുപ്പിലെ തീയും എല്ലാം നഷ്ടപ്പെടില്ലേ നമുക്ക്? അതിനിപ്പോ ഞാൻ എന്താ ചെയ്യുക? എല്ലാത്തിനും കാരണം ആ അഹമ്മദ് കുട്ടിയാണെന്ന് ഉറക്കെ വിളിച്ചു പറയണം. എരിവും പുളിയും കൂട്ടി വായി തോന്നിയതൊക്കെ പറയണം. എന്റെ ഇച്ഛായ, സെമിനാരി ഇടവക അതല്ലേ നമുക്കെല്ലാം, നമ്മുടെ നിലനിൽപ്പിനല്ലേ എല്ലാം. ഇടവക, സെമിനാരി, മണ്ണാകട്ട. സൂര്യാസ്തമനത്തിന് മുമ്പ് എല്ലാം പറഞ്ഞു തീർക്കണമെന്നല്ലേ? ഒന്നെങ്കിൽ അഹമ്മദ് കുട്ടി, അവനെ കിട്ടിയില്ലെങ്കിൽ അവന്റെ പാപ്പ ബദറുദ്ദീൻ. നമസ്കാരം. ഇത് ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞു 51 മിനിറ്റും 48. ഹിന്ദുവായി, മുസൽമാനായി, ക്രിസ്ത്യാനിയായി, നമ്മളെ കണ്ടാലറിയാതായി ലോകം ഭ്രാന്താലയമായി. ആയിരമായിരമാനവ ഹൃദയങ്ങൾ ആയുധപ്പുരകളായി. ദൈവം തെരുവിൽ മരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടി. അമ്മേ, ഇവരൊക്കെ നോക്കണേ, പൈസ മുങ്ങിക്കളയുന്നു. ആ ശരി മോനെ. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട്? ഓ അങ്ങനെയൊക്കെ പോകുന്നു. ചേട്ടനെവിടെ? അങ്ങേര് സാധനം മേടിക്കാൻ പോയിരിക്കുവാ. മോനെ ഒരു ചായ. ആ ഇപ്പൊ തരാം. മെമ്പർ ഇവിടുത്തെ വിശേഷങ്ങൾ വല്ലതും അറിഞ്ഞോ? പിന്നെ എന്റെ വാർഡിൽ നടക്കുന്ന വിശേഷം ഞാൻ അറിയാതിരിക്കോ? എന്നാലും എന്റെ മെമ്പറെ, ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. എനിക്കാണ് ഓർത്തിട്ട് പേടിയാവും. എന്റെ വാർഡിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതിൽ അഭിമാനിക്കുന്നു ഞാൻ. ഇവിടെ മനുഷ്യനെ തിരിച്ചറിഞ്ഞ് ഒരു കല്യാണം നടന്നില്ലേ? കല്യാണമോ? അതൊരു ഒളിച്ചോട്ടമല്ലേ? എന്തൊക്കെ ആയാലും ഈ ഒളിച്ചോട്ടം 2 ശരീരങ്ങളും 2 മനസ്സുകളും കൂടിച്ചേരാനുള്ള ഒരു ഓട്ടമാണ്. എല്ലാ മനസ്സുകളും ഇഷ്ടപ്പെട്ട പ്രണയത്തിന് വേണ്ടി കുതിച്ചോടുന്നുണ്ട്. അതൊരു മനഃശാസ്ത്രം. നിങ്ങളുടെ മനഃശാസ്ത്രം ഒന്നും എനിക്ക് കേൾക്കണ്ടേ. എനിക്കറിയണം മെമ്പർ ആരുടെ ഭാഗത്താ. ഞാൻ സ്നേഹത്തിന്റെ ഭാഗത്താ. എനിക്കറിയാം, അമ്മിണിയും അഹമ്മദ് കുട്ടിയും സ്കൂളിൽ പഠിക്കുമ്പോഴേ പ്രേമത്തിലായിരുന്നു. നല്ലൊരു കഥാപ്രസംഗികനായിരുന്നു അഹമ്മദ് കുട്ടി. അവന്റെ കഥാപ്രസംഗത്തിന് ഓർഗൻ വായിക്കുന്നത് അമ്മിണി. അഹമ്മദിന്റെ കഥാപ്രസംഗത്തിന് ഈണമിടാൻ സെമിനാരിയിൽ നിന്നും
ഓർഗൻ കടം വാങ്ങി അവൾ സ്കൂളിലെത്തും. ഈണവും താളവും കൂടിച്ചേരും പോലെ എപ്പോഴോ അവരുടെ മനസ്സിനോടും കൂടിച്ചേർന്നിരിക്കണം. പിന്നെ എപ്പോഴോ അള്ളാഹുവിന്റെ വെളിയിലോട്ട് അഹമ്മദുട്ടിയും ക്രിസ്തുവിന്റെ വെളിയിലോട്ട് അമ്മിണിയും രണ്ടു വഴിക്ക് വരുന്നു. പക്ഷേ അള്ളാഹുവും ക്രിസ്തുവും അവരെ പഠിപ്പിച്ചത് സ്നേഹത്തെ കുറിച്ചായിരുന്നു. അത് തിരിച്ചറിഞ്ഞപ്പോൾ അവരൊന്നായി. അതിൽ നമ്മളെന്തിനു വിഷമിക്കണം? എനിക്കൊരു വിഷമമില്ല. എന്റെ ചോദ്യം അതല്ല. മെമ്പർ ആരുടെ ഭാഗത്താ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സ്നേഹത്തിന്റെ ഭാഗത്ത്. എന്താ സംശയം? സംശയമുണ്ട്. ഈ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ടോ? ഞാൻ തീർച്ചയായും മത്സരിക്കും. എന്നാ ഒന്ന് പറഞ്ഞേ, ഈ ദേശത്ത് ആർക്കാ വോട്ട് കൂടുതല്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ അഹമ്മദ് കുട്ടിയുടെ ഭാഗത്ത് നിൽക്കണ്ടേ? അവന്റെ ഉപ്പ ബദറുദ്ദീന്റെ ഭാഗത്ത് നിൽക്കണ്ടേ? അതല്ലേ ഇലക്ഷൻ തന്ത്രം. ഇലക്ഷനിൽ ജയിക്കണമെങ്കിൽ തന്ത്രം തന്നെ വേണം. ആദർശം പറയാനുള്ളതാണ്, തന്ത്രം പ്രയോഗിക്കാനുള്ളതാണ്. ഇലക്ഷനിൽ ജയിക്കാൻ തന്ത്രം വേണം. വല്ലതും മനസ്സിലായോ? എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായിക്കൊള്ളൂ. മനസ്സിലായി. മനസ്സു പങ്കുവച്ചു മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു. ഞമ്മക്കൊരു ചായ. എനിക്കും ഒരു ചായ, നല്ല കടുപ്പത്തില്. ഞമ്മക്ക് മധുരം വേണ്ട. എനിക്ക് ഇച്ചിരി മധുരം കൂടുതലിട്ടോ. ഒരു മൈസൂർ പായം കൂടി. എനിക്കൊരു നേന്ത്രപ്പഴവും. ഇവിടെ ഒരു മൈസൂർ പഴവും നേന്ത്രപ്പഴവും അല്ലേ? ഇപ്പൊ തരാം. അവലും കഞ്ഞി എന്താ ചക്ക ഇത്? ഒക്കെ പഞ്ചാരയാണല്ലോ. നിന്റെ ചായ കുടിച്ചിരിക്കാൻ ഞമ്മക്ക് സമയമില്ല. ഇന്ന് വൈകുന്നേരത്തോടെ ഞമ്മക്കൊരു കണക്ക് തീർക്കാനുണ്ടോ? എനിക്കും വേണ്ട നിന്റെ ചായ. ഇന്ന് സൂര്യാസ്തമനത്തിന് മുമ്പ് എനിക്കുമുണ്ട് ചില കണക്കുകളൊക്കെ പറഞ്ഞു തീർക്കാൻ. ഓടച്ചോരി ഓനക്കത്തിയെടുത്തിരുന്നെങ്കിൽ ഓന്റെ കോടലുമാല നമ്മൾ കർത്താവേ, അവനൊന്ന് തുടങ്ങി വെച്ചിരുന്നെങ്കിൽ പൊട്ടി കുടിക്കാമായിരുന്നു. മാൻപേട തോൽക്കുന്ന മിഴിയുള്ള പെണ്ണിവൾ, ചുംബകക്കാടിന്റെ മണം പേറും പെണ്ണിവൾ, ചെഞ്ചുണ്ടിൽ എന്താണ് മുത്തേ ഇങ്ങനെ ഒരുമിച്ചൊരു ഉറക്കം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. എന്റെ അമ്മണി, പ്രതീക്ഷിക്കാത്തതാണല്ലോ എപ്പോഴും സംഭവിക്കുക. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കർത്താവിന്റെ മണിയറയിൽ നിന്ന് ഇറങ്ങി വരുമ്പോ നിനക്ക് എന്ത് തോന്നി? കർത്താവ് നിന്റെ രൂപത്തിൽ വന്നതാണെന്ന്. നാടുനീളെ അള്ളാഹുവിന്റെ സ്നേഹവചനങ്ങൾ പാടി നടക്കുമ്പോൾ നിന്റെ മനസ്സിൽ എന്തായിരുന്നു? സ്നേഹനിധി അള്ളാഹുവിന് രൂപമില്ലല്ലോ, അതുകൊണ്ടായിരിക്കും എന്റെ മനസ്സ് മുഴുവൻ നിന്റെ ഈ മുഞ്ചുള്ള രൂപം മാത്രമായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ പഴയ 8ാം ക്ലാസ് സ്കൂൾ വാർഷികം? പ്രേമം മാത്രം പാടി നടന്ന നിന്റെ കഥാപ്രസംഗം, ഓർഗൻ വായിക്കുന്ന എന്നെ ഒളി കണ്ടിട്ടുള്ള നിന്റെ നോട്ടം. അതെ, ഞാൻ പാടിയ ഓരോ പ്രേമകഥയും നിനക്ക് വേണ്ടിയായിരുന്നു. നീ ആയിരുന്നു എന്റെ ഓരോ കഥയിലെ നായിക. നിനക്കറിയോ, നിന്റെ മണവാട്ടിയാവാൻ കഴിയാത്ത വിഷമത്തിലാണ് ഞാൻ. കർത്താവിന്റെ മണവാട്ടിയായിരുന്നു. 2ഓ 3ഓ കെട്ടാൻ സ്വാതന്ത്ര്യം ഉണ്ടായിട്ടും ഒന്നുപോലും കെട്ടാതിരുന്നത് നിനക്ക് വേണ്ടിയാ. ആ സങ്കടം മറക്കാനാ ഞാൻ അള്ളാഹുവിന്റെ വചനങ്ങൾ പാടി പാടി നടന്നത്. കള്ളൻ ഉസ്താദ്.
ആരാത്? ആരാ? എനിക്ക് പേടിയാവുന്നു. എനിക്കും ഇല്ലാതില്ല. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര കാലം നാം ഇങ്ങനെ ഒളിച്ച് ജീവിക്കും? ഞാനും അത് ആലോചിക്കാതില്ല. നമ്മുടെ വീടുകൾ ഇപ്പോൾ ഉറക്കം കിട്ടാതെ പിടയുകയായിരിക്കും. വീട് മാത്രമല്ല, നാടും എന്റെ മഠം, എന്റെ പള്ളി എല്ലാം പുകയൊക്കെ ആയിരിക്കും. അവൻ നമ്മെ തേടി വരുമോ? വരാതിരിക്കില്ല. അപ്പോൾ നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം, നമ്മൾ കണ്ട സ്വപ്നങ്ങൾ അവർ സഹിക്കില്ല. നമ്മുടെ സ്നേഹം അവർ പൊറുക്കില്ല. സ്നേഹം വിശ്വാസത്തിന്റെ മതിൽക്കെട്ടിനുള്ളിലേക്ക് വെട്ടിച്ചുരുക്കി അവർ. ആ മതിൽക്കെട്ടുകൾ തകർക്കണം നമുക്ക്. നീ എന്നോട് ചേർന്നിരിക്കെ. സ്നേഹത്തിന് അതിർവരമ്പുകളില്ലെന്ന് കാണിച്ചു കൊടുക്കണം നമുക്ക്. പോയാൽ ഒന്നുകിൽ നിന്നെ അല്ലെങ്കിൽ എന്നെ അവർ ആരെങ്കിലും കൊല്ലും. ഒരു ദേശം, നിങ്ങളുടെ ഈ നാടകം കൊള്ളാം, പക്ഷേ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് നിങ്ങൾക്ക് നല്ലത്. ഇന്നത്തെ കാലത്ത് ഇങ്ങനൊരു സബ്ജക്റ്റ് അതവർ അനുവദിക്കില്ല. ഇങ്ങനെയൊരു കഥ ഈ ദേശത്ത് നടന്നെന്ന് ഞാൻ നുണ പറയുന്നില്ല. കാരണം ഉദാഹരണം കാണിച്ചു തരാൻ ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ദേശത്തിന്റെ ഓരോ സ്പന്ദനത്തിലും ഇങ്ങനെ ഒരു സ്വപ്നമുണ്ട്. അതിരുകളില്ലാത്ത പ്രണയമെന്ന സ്വപ്നം. പക്ഷേ അതൊന്നും ദഹിക്കുന്ന ആളുകളല്ലല്ലോ നമുക്ക് ചുറ്റും. മോഹിക്കുന്നതും സ്വപ്നം കാണുന്നതും സംഭവിച്ചതെന്ന് നമ്മൾ നുണ പറയാറില്ലേ? അതുകൊണ്ട് ഈ ദേശം മധുര സ്വപ്നങ്ങളെല്ലാം നടന്നുവെന്ന് നുണ പറയുന്നു. നിങ്ങൾക്കറിയോ, അഹമ്മദ് കുട്ടിയെയും അമ്മണിയെയും പോലെ പ്രണയം സ്വപ്നം കണ്ട ഒരുപാട് പേരുണ്ട് ഈ ദേശത്ത്. പക്ഷേ മതത്തിന്റെ അതിർവരമ്പുകളിൽപ്പെട്ട് അവരുടെ പ്രണയം ഗതികെട്ടാത്ത ആത്മാക്കളായി പാറി നടക്കുകയാണിപ്പോൾ. ഇതൊന്നും നിങ്ങളെ ഉറക്കെ വിളിച്ചു വരരുത്. നിങ്ങൾക്കറിയാമല്ലോ ഈ ദേശത്തെ പറ്റി. ഒരു തീപ്പൊരി മതി ആളി കത്താൻ. ഒരു നാടകം കൊണ്ട് നിങ്ങളുടെ കുടുംബം എന്തെന്ന് തകർക്കണം. നിങ്ങൾ നിങ്ങളുടെ മകളെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് സാറി പറയുന്നത്? തിരുത്തി എഴുതണം. ഒരു ദേശം എന്ന നിങ്ങളുടെ നാടകം തിരുത്തി എഴുതണം. എങ്ങനെ? അത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. എഴുത്തുകാരി നിങ്ങളല്ലേ. പക്ഷേ ഒരു നിബന്ധന മാത്രം. വേണ്ട, കേൾക്കണ്ട. പോലീസിന്റെ നിബന്ധന വെച്ച് ഒരു നാടകം എഴുതാൻ. ഇത് മുകളിൽ നിന്നുള്ള ഓർഡറാണ്. എനിക്ക് ആ നിബന്ധന വെച്ചേ പറ്റൂ. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ നാടകത്തിന്റെ റിഹേഴ്സൽ തുടങ്ങിയപ്പോ തന്നെ പുറമേ ഉള്ള ചിലതിനെ പറ്റി അറിഞ്ഞിരുന്നു. അവർ ആകെ പ്രകോപിതരാണ്. അവർ തന്ന പരാതിന്മേലാണ് ഞാൻ നിങ്ങളുടെ വിളിപ്പിച്ചതും ഈ സ്ക്രിപ്റ്റ് വായിപ്പിച്ചതും. പരാതികൾ മാത്രമല്ല, ഊമക്കത്തുകളും. ഹലോ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നിനക്കിതൊന്നും വേണ്ടെന്ന് വെച്ചൂടെ? ഇതിനൊക്കെ ഈ നാട്ടുകാരെ സമ്മതിക്കും നിനക്ക് തോന്നുന്നുണ്ടോ? അതും ഒരു പെണ്ണിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ എന്തായി തീരുമെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു. നിനക്കൊന്ന് പറഞ്ഞ് മനസ്സിലായിക്കൂടെ അവരെ? നിനക്കറിയാവുന്നല്ലേ അവർ? നിങ്ങൾക്കറിയോ, ഇപ്പോൾ വരുന്ന ഓരോ ഫോൺ കോളും നിങ്ങളുടെ ഈ നാടകത്തെ പറ്റിയാണ്. ഒരു നാടകം ഇത്രയ്ക്ക് സ്വരക്കെട്ട് തരുമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നോക്ക, നിങ്ങളുടെ നന്മയ്ക്കും എന്റെ സൗകര്യത്തിനും വേണ്ടി ഞാൻ കാര്യം പറയട്ടെ. ഈ നാടകം കളിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കളിച്ചോളൂ, തിരുത്തി എഴുതി കളിച്ചോളൂ. നിങ്ങൾ ഈ മാപ്പിലേക്ക് വന്നു. ഇവിടെ ചുവന്ന വൃത്തത്തിലാണ് നിങ്ങളുടെ ദേശം. വളരെ അപകടകരമായ ഒരു ദേശമാണിത്. ഇവിടെ ഒരു നാടകം മാത്രമല്ല, ഒരു നഴ്സറി ഗാനം വരെ അപകടം ഉണ്ടാക്കും. ഇത്രയൊക്കെ പറഞ്ഞ് നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ചങ്കു പൊളിച്ച് നീ നാടകം കത്തിക്കോ.
തിരുത്തി എഴുതാം. മനോഹരമായ നുണകൾ കൊണ്ട് ഞാൻ ഈ നാടകം തിരുത്തി എഴുതാം. പക്ഷേ അപ്പോഴും നുണകൾക്കിടയിൽ എവിടെയോ കിടന്ന് ഒരു സത്യം തേങ്ങുന്നുണ്ടാവും. എന്റെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളെ, ഞാൻ നിങ്ങളുടെ ജീവിതം നുണകൾ കൊണ്ട് തിരുത്തി എഴുതാൻ പോവുകയാണ്. ഒരു ദേശം എന്ന എന്റെ ഈ നാടകം ഈ ദേശത്ത് സുഗമമായി കളിക്കണമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ജീവിതം നുണകൾ കൊണ്ട് തിരുത്തി എഴുതിയേ മതിയാകും. കഥാപാത്രങ്ങളധികം സംസാരിക്കരുത്. പണ്ടത്തെ അടിയന്തരാവസ്ഥക്കാലത്തെ ഉത്തരവ് പോലെ മാവടക്കുക. സർ, ഓരോരോ നിബന്ധനകൾ വെച്ച് എന്റെ എഴുത്ത് മുടക്കരുത്. നോക്ക്, ഈ കഥാപാത്രങ്ങളൊക്കെ എനിക്ക് ചുറ്റും വട്ടമിട്ടിരിക്കുന്നത് കണ്ടില്ലേ? ഓരോ കഥാപാത്രവും ഉത്കണ്ഠയിലാണ്. അവരുടെ ജീവിതത്തിന്റെ ബാക്കി ഭാഗം അറിയാൻ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനും. അതിനിടയിൽ കൂടുതൽ നിബന്ധനകൾ അരുത്. ഞാൻ പറയുന്നതനുസരിച്ചാൽ മതി. കഥാപാത്രങ്ങൾ അധികം സംസാരിക്കാതിരിക്കുന്നതാണ് ഉചിതം. പ്രത്യേകിച്ചും ഇത്തരം കഥാപാത്രങ്ങൾ സംസാരിച്ചാൽ അത് കൂടുതൽ പ്രശ്നമാകും. സംസാരിച്ചില്ലെങ്കിൽ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. നോക്ക്, ഓരോ വാക്കും തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. അധികം സംസാരിക്കാതെ സൂക്ഷിക്കണം. പ്രണയത്തിന്റെ പുഴയിൽ നീന്തി തുടിക്കാത്തവർ ആരുണ്ട്? പ്രണയത്തിന്റെ മഹാസാഗരം സ്വപ്നം കാണാത്തവർ ആരുണ്ട്? പ്രണയത്തിന്റെ ഒരു കൊച്ചുരുവിയെങ്കിലും ഒഴുകാത്ത മനസ്സുകളുണ്ടോ? പ്രണയസല്ലാപവും സന്തോഷവും സങ്കടവും ഒരു മധുരക്കനി പോലെ നുകരാത്തവരായി ആരെങ്കിലും ഉണ്ടോ? അതെ, പ്രണയം എന്ന മഹാവികാരം ഒരു വീടക്കമ്പി പോലെ വലിഞ്ഞു മുറുക്കി ശ്രുതിമീട്ടാത്ത ഒരു ഹൃദയവും ഭൂമിയിലില്ല. ഞാൻ അച്ചു പ്രണയസല്ലാപവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രണയസല്ലാപം കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. പ്രണയം പൂത്തുലഞ്ഞ ഒരു മനോഹര കാലം നമുക്കുണ്ടായിരുന്നു. ഒരു പൂ ചോദിച്ചാൽ ഒരു വസന്തം തന്നെ നൽകുന്ന ഉദാര മധുരമായ പ്രണയകാലം. ജാതി മതങ്ങളുടെ മതിൽക്കെട്ടുകൾ ഒരു പൂക്കാട് പോലെ വകഞ്ഞു മാറ്റി പ്രണയികൾ ഒന്നായി തീർന്ന സുന്ദര കാലം നമുക്കുണ്ടായിരുന്നു. പ്രണയിക്കുന്നവരെ പുഴയും കടലും പോലെ ഒരുമിച്ച് ചേർക്കാൻ കയ്യും മെയ്യും മറന്ന് ഓടി നടന്ന ഒരു സമൂഹവും നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് സാധ്യമാണോ ഒരു വിശുദ്ധ പ്രണയം? പ്രണയസല്ലാപത്തിലെ ശ്രോതാക്കൾക്കുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: പുതിയ കാലത്ത് പ്രണയം സാധ്യമാണോ? നിങ്ങളുടെ ഉത്തരം യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്ത് ഞങ്ങൾക്ക് അയക്കുക. അയക്കേണ്ട നമ്പർ 999900. പ്രണയസല്ലാപം കേൾക്കൂ കേൾക്കൂ, കേട്ടുകൊണ്ടേയിരിക്കൂ. ചോദ്യം ചോദിക്കേണ്ടതേയുള്ളൂ, ഉത്തരങ്ങൾ പ്രവഹിച്ചു തുടങ്ങി. പുതിയ കാലത്ത് വിശുദ്ധ പ്രണയം സാധ്യമാണോ എന്ന ചോദ്യത്തിന് ഖേദകരമായ മറുപടിയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഉത്തരം നോ. ആരും യെസ് പറയുന്നില്ല. പ്രണയത്തെ എല്ലാവരും ഭയപ്പെടുന്നത് പോലെ. എന്തായിരിക്കും ഇതിന് കാരണം? ഈയിടെ വാർത്തകളിൽ നിറഞ്ഞൊരു കോലാഹലമാണോ പ്രണയികളെ ഭയപ്പെടുത്തുന്നത്? ഒരു മതം മറ്റൊരു മതത്തിനെതിരെ രഹസ്യമായി യുദ്ധം ചെയ്യാൻ പുതിയൊരു ആയുധം കണ്ടുപിടിച്ചിരിക്കുന്നു: പ്രണയം. അന്യമതസ്ഥരെ പ്രണയം നടിച്ച് വിവാഹം ചെയ്ത് മതം മാറ്റുന്ന വിശുദ്ധ പ്രണയ യുദ്ധം. നുണയാണ്, എല്ലാം നുണയാണ്. നുണയാണ് എന്നാണ് എന്റെ ഈ പ്രാർത്ഥന. എന്താ ഇത്? മാറ്റി ബ്ലേഡാണത്, മുറിയും. എന്താ മണിയത്? എന്റെ കയ്യിലിരിക്കുന്ന നെൽക്കെട്ട് മാറ്റ്, അതിനും മൂർച്ചയുണ്ട്. കൊണ്ടാൽ മുറിയും. പിന്നെ ഒരു നെൽക്കെട്ട്. പിണങ്ങല്ലേ അമ്മണി? എന്താ നീ കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ കവള് മുറിഞ്ഞു. മുറിഞ്ഞോ? എന്റെ കയ്യിലോ? അത് പൊട്ടിയ കുപ്പായി കൊടുക്കാണ്. അതങ്ങ് പറിച്ചു കളാ. ബേജാറാവല്ലേ? എന്താ ഇത്? എന്റെ ഹെയർ പിൻ. അത് കണ്ണി കൊണ്ടാ മുറിപ്പെടുത്തുന്നതൊന്നും നമുക്കിടയിൽ വേണ്ട. അതൊക്കെ ഇബ്ലീസിന്റെ സാധനങ്ങളാ. എന്റെ നെയിൽ കട്ടർ എനിക്ക് വേണം, ഹെയർ പിന്നും. എങ്കിൽ ഷേവിംഗ് സെറ്റ് എനിക്കും വേണം. എന്റെ ബ്ലേഡിന്റെ മൂർച്ച പോയിട്ടില്ല. സത്യമായാലോ
ആയാലും നുണയായാലും അത് ഓരോ കവിതാക്കളെയും ഭയപ്പെടുത്തുന്നുണ്ട് എന്നാണ് അമ്മുവിന്റെ അഭിപ്രായം. പ്രണയം പോലും യുദ്ധായുധമാക്കുന്ന കാലത്ത് എങ്ങനെ സുന്ദര പ്രണയങ്ങൾ ഉണ്ടാവും എന്നുള്ള ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തെ പ്രണയ സലാപത്തിന് തിരശ്ശീല വീഴുന്നു. വിശുദ്ധ പ്രണയത്തില് ഒരു തീപ്പൊരി വീണാ മതി, അതിങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കും. പ്രണയം ഒരു താമര നൂല് പോലെയാണ്. ഇത്തിരി വലിഞ്ഞാൽ മതി, അത് പൊട്ടിപ്പോകും. എനിക്കൊന്ന് ഉറങ്ങണം. എന്താണിത്? നാശം. കൊണ്ടുപോ. അമ്മതി, എടാ അമ്മതി, വരാല എഴുതേക്കടാ. എന്തത് അപ്പ? ഒരു സമ്മാനം. അത് നിനക്ക് തരുന്നതിന് മുമ്പ് നമ്മക്കൊരു കാര്യം എന്നോട് പറയാനുണ്ട്. ആദ്യം അത് കേക്ക്, എന്നിട്ട് അറിഞ്ഞാ മതി ഇതിലെന്താന്ന്. ഉറക്കമില്ല, മനസ്സിൽ ബേജാറിന്റെ തീയ. നമുക്ക് മാത്രമല്ല, എന്റെ ഉമ്മാക്കും ആർക്കിട്ട് ഈ ഇവിടെ കൂടാ തീരുമാനിച്ചു. എന്താ പലല്ലേ ഇച്ചൊന്നും മിണ്ടാത്തെ? എനിക്കറിയില്ല നാട്ടിലെ പുക. നിസ്കരിക്കാൻ പള്ളി ചെന്നാൽ ഓര് നമ്മളെ സംശയത്തോടാ നോക്കണം. പള്ളി കമ്മിറ്റി വക സ്ഥലത്ത് നമ്മൾ നടത്തുന്ന പെട്ടിപ്പീടിക അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അത് പോട്ടെ, മയ്യത്തായാൽ ഞമ്മക്ക് പള്ളിപ്പറമ്പിൽ ഒരു കവറെങ്കിലും വേണം. അതായിട്ട് ഈ ഇല്ലാണ്ടാക്കരുത്. എന്താ ഇത്? ഇപ്പോൾ മൂടി വെച്ചിരിക്കുന്നത് എന്ത് കണ്ടാലും എനിക്ക് പേടിയാ. പേടിക്കണം. എന്താ പറയാനുള്ളത്? മുതുകുട്ടി കാണുമ്പേ മോളെ അമ്മണി, നിനക്കറിയാമോ, ഒരു പള്ളിയിലച്ച ലോഹം ഊരിയാല് ഈ നാട്ടുകാർ ഒന്നും പറയൂല. പക്ഷേങ്കിൽ ഒരു കന്യാസ്ത്രീ ശിരോവസ്ത്രം അഴിച്ചാൽ അവൾ പിഴച്ചവളാണെന്നേ പറയൂ. പിഴച്ചു പോയൊരു മോളുടെ അപ്പനും അമ്മയും എങ്ങനാ മാന്യമായി ഇടവകയിൽ ജീവിക്കാം? അപ്പനും അമ്മയ്ക്കും ഇടവകയിൽ ജീവിക്കാൻ വയ്യാണ്ടായി. അപ്പനറിയുന്നതല്ലേ എന്നെ? വയറ് വിശന്നപ്പോൾ ഞാൻ കർത്താവിന്റെ മണവാട്ടിയായി, മനസ്സ് വിശന്നപ്പോൾ അമ്മത്തിക്കുട്ടിയുടെ പെണ്ണായി. അതൊക്കെ നമ്മുടെ വിശ്വാസം നിരക്കുന്നതാണോ മോളെ? പിന്നെ ഞാൻ എന്ത് ചെയ്യും? തിരിച്ചു വരണം. എങ്ങനെ? ജ്ഞാനസ്നാനം, മനസ്സിലായില്ലേ? മാമോദിസ മുങ്ങി നീ തിരിച്ചു വരണം. നിങ്ങൾക്ക് രണ്ടാൾക്കും മനസമാധാനത്തോടെ ഒരു പായിൽ കിടന്നുറങ്ങണമെങ്കിൽ അവനും മുങ്ങണം ജ്ഞാനസ്നാനം. നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടി പറഞ്ഞു തരാം. എന്റെ നെറ്റിയിലെ നിസ്കാരത്തയമ്പ് മാഞ്ഞു പോകാതെ ഈ പേരയിലേക്ക് വരണം. ഓളെ ഞമ്മളെ കൂട്ടത്തിൽ കൂട്ടിട്ട്, അല്ലാതെ ഇങ്ങക്ക് രണ്ടാക്കും ഒരു പായ മനസ്സമാധാനത്തോടെ കിടക്കാൻ കഴിയില്ലടാ വരാലെ. വെച്ചോ, ഒരു വായക്കൊലയാ ഈ പിന്നാമ്പുറത്ത് നട്ട
വായ കൊലച്ച് പഴുത്തു. ഇല്ലാതെ തിന്നാൻ പറ്റില്ലെന്നാ എന്റെ ഉമ്മ പറയണം. എവിടെ പോയാലും മക്കളുടെ വയറിന്റെ വിശപ്പ് പെറ്റ തള്ളക്കല്ലേ അറിയും. ഉമ്മ കൊടുത്തയച്ചതാ, ഇത് തിന്നു. ഓക്കും കൊടുത്തു. പോട്ടെ. അതെ, നമ്മൾക്കൊരു കാര്യം എന്നോട് പറയാനുണ്ട്. ആ കൊല വെട്ടിയപ്പോ നമ്മൾ ആ വായ വെട്ടി. ഇനി ആ വായ മുളച്ചു പൊന്തുന്നതിന് മുമ്പ് ഈ വന്നിരിക്കണം. നമ്മൾ പറഞ്ഞ പോലെ. അമ്മ തന്നയച്ചതാ നിനക്ക് ഏറെ ഇഷ്ടപ്പെട്ട പടിഞ്ഞാറപ്പറമ്പിൽ വിളഞ്ഞ കൈതച്ചക്ക. മക്കൾ എവിടെ പോയാലും അമ്മമാർക്കല്ലേ അറിയൂ അവരുടെ നാവിന്റെ രുചി. പക്ഷേ കൈതക്കാടുകൾ ഇനിയും പൂക്കും മുമ്പേ നീ തിരിച്ചു വരണം. ഞാൻ പറഞ്ഞ പോലെ അവനെയും കൂട്ടി. എന്റെ കയ്യില് നമുക്ക് പോകാം. കൈതക്കാടുകൾ പൂക്കും മുന്നേ മാമോദിസ മുങ്ങി എന്റെ വീട്ടിലേക്ക്. നീ എന്ത് പറയുന്നു? ഉപ്പ വെട്ടി വാഴ വീണ്ടും മുളച്ചു പൊന്തും മുമ്പ് ഞങ്ങളുടെ കൂട്ടക്കാരിയായി എന്റെ ഹൂറിയായി നീ എന്റെ വീട്ടിലേക്ക് വരണം. അല്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ഒരു പായൽ കിടന്നുറങ്ങാൻ പറ്റില്ല. എനിക്കറിയാം, മതങ്ങളെ ഭയപ്പെടുന്ന കാലമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് മാമോദിസ മുങ്ങി എന്റെ വീട്ടിലേക്ക് പോകാം. സ്വാർത്ഥയാണ് നീ സ്വാർത്ഥനാണ്. അതുകൊണ്ടല്ലേ നീ എന്നെ നിർബന്ധിക്കുന്നത്? നിർബന്ധിക്കും. എല്ലാ മതങ്ങളിലും ദാമ്പത്യത്തിന്റെ അധികാരം പുരുഷനാണ്. എന്ത്? ജീവിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും അധികാരത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങിയോ നീ? എല്ലാ അധികാരങ്ങളും പരസ്പരം പങ്കുവെച്ച നമ്മുടെ പ്രണയകാലം മറന്നു പോയോ നീ? പ്രണയത്തിൽ പെണ്ണിനാണ് അധികാരം, ദാമ്പത്യത്തിൽ പുരുഷനും. എന്റെ വിശ്വാസത്തിൽ എനിക്ക് അധികാരമുണ്ട്. എന്റെ വിശ്വാസത്തിൽ എനിക്കും. അതെ, സമ്മതിച്ചു. പക്ഷേ നിനക്ക് വേണ്ടി തിരുവസ്ത്രം അഴിച്ചെങ്കിലും എന്റെ മനസ്സിന്റെ കുരിശിൽ ഇപ്പോഴും ക്രിസ്തുവുണ്ട്. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. മനസ്സറിഞ്ഞ് നിന്നെ പ്രേമിച്ച് ഉമ്മ വയ്ക്കുമ്പോ എന്റെ മനസ്സിലും ചുണ്ടിലും പ്രവാചക വചനങ്ങളുണ്ടായിരുന്നു. അധികം പറയണ്ട. നിന്റെ അല്ലാഹു എന്റെ ക്രിസ്തുവും തമ്മിൽ വഴക്കടിക്കണ്ട. നമുക്കിവിടെ നിർത്താം. ഇത് നിന്റെ നാവിൽ നിന്ന് ആദ്യം കേൾക്കാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ഞാൻ. ഇങ്ങനെ പരസ്പരം സംശയത്തോടെ ജീവിക്കുന്നതിന് ഭേദം ഇത് തന്നെയാണ്. അവർക്ക് പിരിയാം. എന്റെ ഷേവിംഗ് സെറ്റിലെ ബ്ലേഡിനെ പോലെ നീ പറയുന്നു. എന്റെ പൊട്ടിയ കുപ്പായ കൊടുക്ക്. പരസ്പരം ഭയന്ന് നമ്മൾ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും? പരസ്പരം മനസ്സ് തുറക്കാനാവാതെ ഭയത്തിന്റെ ഇരുട്ടറിയാൻ നമ്മൾ എങ്ങനെ ജീവിക്കും? മനസ്സ് കലങ്ങിയ ഒരു ജീവിതം മടുത്തപ്പെട്ടെന്ന്. മടുക്കുന്നതിന് മുമ്പ് നമുക്ക് പിരിയാം. അതെ, പിരിയാം. എനിക്ക് സങ്കടമില്ല. ഇത്രയും നാൾ നമുക്കിടയിൽ വേലികളില്ലാതായല്ലോ. എല്ലാം മറന്ന് ഒരുമിച്ച് ജീവിച്ചല്ലോ നമ്മൾ. പക്ഷെ എനിക്ക് സങ്കടമുണ്ട്. 14-ാം വയസ്സിൽ കണ്ടു തുടങ്ങിയ സ്വപ്നം വേറെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അവസാനിച്ചില്ലേ? എനിക്ക് സങ്കടമുണ്ട്. മതിയല്ലേ? എപ്പോഴും കുറച്ച് സ്വപ്നങ്ങൾ കാണുന്നതാണല്ലോ നല്ലത്. ഞാൻ പോകട്ടെ. എങ്ങോട്ടാ നമ്മൾ തിരിച്ചു പോകുന്നത്? ഒരു മാമോദിസ, പിന്നെ കുമ്പസാരക്കൂട്ടിൽ നിന്ന് എനിക്ക് എല്ലാം ഏറ്റു പറയണം. ഞാൻ നിന്നെ സ്നേഹിച്ചത് ഒരു നുണയായിരുന്നെന്ന്, ഒരു മഹാനുണയായിരുന്നെന്ന് എനിക്ക് നുണ പറയണം. എനിക്കും പറയണമല്ലോ ആ നുണ.
ചോദിച്ചത് എല്ലാം പിരിയുവാൻ വേണ്ടി മാത്രമായിരുന്നെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് പിരിയാം. അമ്മിണി, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഇവൻ വളരും. ആരായി വളരും? ഒരു നദിയായി, ഒരു പുഴയായി ഇവൻ വളർന്നൊഴുകും. ഇവന് എന്ത് പേരിടും? പേരില്ലാത്ത നദികളും പുഴകളും ഇല്ലേ? നദികൾക്ക് എന്ത് പേരിടും? ഇതുപോലെയുള്ള കുഞ്ഞുങ്ങളുടെ കരച്ചിൽ ഞങ്ങൾക്ക് തലവേദന ഉണ്ടാക്കും. അതുകൊണ്ട് ഈ നാടകം ഇവിടെ കളിക്കാൻ പാടില്ല. കളിക്കണമെന്നില്ല, പക്ഷേ എഴുതാതിരിക്കാൻ എനിക്കാവില്ല. വിശുദ്ധ പ്രണയങ്ങൾ മഹാനുണകളാണെന്ന് വിളിച്ചു പറയാൻ എനിക്കാവില്ല. വിശുദ്ധ പ്രണയത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുടെ നിലവിളികൾ കേൾക്കാതിരിക്കാൻ എനിക്കാവില്ല. എഴുതപ്പെട്ടാൽ ഒരിക്കലും ഇത് കളിക്കപ്പെടും. അതുകൊണ്ട് ഈ നാടകം ഇവിടെ കത്തിച്ചാമ്പലാവട്ടെ. ഞാൻ ഖേദിക്കുന്നു. വിശുദ്ധ പ്രണയ നദികൾ സ്വച്ഛന്തമായി ഒഴുകില്ലെന്ന് പറയേണ്ടി വന്നതിൽ ഞാൻ ഖേദിക്കുന്നു. വിശുദ്ധ പ്രണയത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുടെ നിലവിളികൾ കേൾക്കാതിരുന്നതിലും ഞാൻ ഖേദിക്കുന്നു. പിറക്കാതിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സത്യങ്ങളൊന്നും കരുതി വയ്ക്കാത്ത മഹാനുണയന്മാരായ നമ്മെ ഓർത്ത് ഞാൻ ശോഭിക്കുന്നു. ഭയം മനുഷ്യരെ പെരുന്നുണയന്മാരാക്കി തീർക്കുമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ദേശം ഇനിയും നുണകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. പെരുന്നുണകൾ ഇനിയും പറയാനാവാത്തത് കൊണ്ട് ഈ നാടകത്തിന് ഇവിടെ തിരശ്ശീലയിടുന്നു. മുന്നിലായിരുട്ടതിൻ കരാള താണ്ഡവം, പിന്നിലായി കൈകൾ കെട്ടി നിൽപ്പു സൂര്യനും. മുന്നിലായിരുട്ടതിൻ കരാള താണ്ഡവം, പിന്നിലായി കൈകൾ കെട്ടി നിൽപ്പു സൂര്യനും. പിന്നിലെ ചെറുവിരൽ അനക്കമൊന്നു കാണുകിൽ പിന്നെ ഈ പുറംതിരിഞ്ഞ സൂര്യനാണ് നായകൻ. കൈക്കരുത്തുകൊണ്ടു കാലമേ കണക്കു തീർക്കുകിൽ കാട്ടുപന്നി പോലെ കാടകം വധിച്ചൊടുക്കുകിൽ ചത്ത മണ്ണിൽ നിന്നൊരൊറ്റ വിത്തു പൊന്തി വന്നിടും. ചത്ത മണ്ണിൽ നിന്നൊരൊറ്റ വിത്തു പൊന്തി വന്നിടും. കെട്ടതാമഹന്ത